തുടങ്ങി തുടങ്ങി ഞാൻ ഇനി ചാറ്റ് മൈൻഡ് ചെയ്യുന്നില്ല കുറച്ചു നേരം. ബ്യൂട്ടി ഓഫ് ദാറ്റ് 1 hour. ആരെ മുനു കളിക്കാണ്ടായിരുന്നോ ഫുട്ബോള്? മുനല്ലേ ഓടുന്നേ? അല്ലല്ല എനിക്ക് കളിക്കണം മുനു അല്ലേ? നമ്മൾ ടീമിലായിരുന്നല്ലോ. മുന്നത്തെ നമ്മൾ ടീം എല്ലാരും കളിക്കുന്നത്. അത് മുന്നാണത്. ഏതാ വെള്ള പാനിട്ടുള്ള കേട്ടിട്ട് ചമ്മിന്റെ തൊട്ടപ്പുറത്തുള്ള. ഞാൻ പറയാം 10 സെക്കൻഡ് ഡിലേ ഉണ്ട്. ഇതാരായി നടക്കണേ? ഇസ്മായിൽ അല്ലേ? മിസ്സായില്ലേ? 5 ഗോൾ അടിച്ചു. മിസ്സായി ആ പരിപാടി. അപ്പൊ മിസ്സായി. 5 ഗോളേ 5 ഗോളിന്റെ അണ്ടി മൂഞ്ചിയിട്ടുണ്ടെന്ന് അറിയാം. വെറുതെ എഡിറ്റ് ആക്കിയതാണ്. എന്നാലും എങ്ങനെയുണ്ട്? ഇല്ലടാ, ഇത് ഞാൻ കണ്ടേ. ഇത് നൈസ് സാധനം. ഇത് ഡബ്ല്യു സാധനടാ ആയിഷ. ഇത് മൂഞ്ചിട്ടൊന്നുമില്ല ഇതിൽ. പക്ഷെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോ നോക്കിയന്റെ തലയൊക്കെ ഇവിടെ എന്തോ ആവണ്ട്. താകണ്ട നോക്കിയുടെ തലന്റെ പകുതി പോയി കണ്ടോ? ഇതിന്റെ അകത്ത് പോയത് നോക്കിയുടെ തലല്ല, അങ്ങനെ പോയിട്ട് പിന്നെ നോക്കിയുടെ തല വരുള്ളൂ. അത്ര പ്രശ്നമുള്ളൂ. അല്ലാതെ കോൺസെപ്റ്റ് കിടിലൻ. സാധനം ചെയ്തതും അടിപൊളി. ബ്രോ ഹണിമൂൺ പോണില്ലേന്നോ? ബ്രോ ഹണിമൂണൊക്കെ പോവാൻ दुट जास्ती चाहिए भाई. अभी जाएगा तो मैं इधर पूरा टाइम इधर बैठेगा, പിന്നെ ऊपर आएगा नहीं. മനസ്സിലായോ? ഭാഷനോട് പറ. റാഷ ചോദിക്കുന്നുണ്ട്. പറയേ ഷെയ്ക്ക് ഭാഷനോട് പറയുന്നോ? എന്ത് ഷെയ്ക്ക് എന്റെ അടുത്ത് മിണ്ടണ്ടെന്ന് പറഞ്ഞു. ഷെയ്ക്ക് കോഹ്ലിയുടെ മാക്ക് ഷെയ്ക്ക് കുറുപ്പും കുറുപ്പിന് സെറ്റ് ആക്കി കൊടുക്കാൻ പോണു. കുറുപ്പും മാക്കും പറഞ്ഞ കേക്കണോ? കോഹ്ലിഡേഴ്സ് പറഞ്ഞ കേക്കേണ്ടി വരും. ഷെയ്ക്ക് എന്തൊരു പരിപാടി ഷെയ്ക്ക്. എന്റെ ട്രൂ ലവാ നീ ഗോഡസിന് സിറ്റിയിൽ കൊണ്ടുവരുക അങ്ങനെയാണെങ്കിൽ. കുറുപ്പിന് കണ്ണുണ്ടോ റാഷനെ? പിന്നെ എന്ത് കാരണം ഷെയ്ക്ക്? കുറുപ്പാണ് റാഷയുടെ എന്നെ തെറി വിളിക്കും. കുറുപ്പാനെ കൊണ്ട നീ പറയാൻ നിന്നെ അടിച്ചിടുന്നു. നിന്നെ ഗാങ്ങിൽ നിന്ന് ലൈനപ്പിൽ നിന്ന് കളയെന്ന് പറയും. കുറുപ്പാ? ക്ലിപ്പ് നോക്കി, മേളത്തെ ക്ലിപ്പ് നോക്കി. അതെ എന്റെ കലാവാസന വരാൻ പോവുകയാണ്. Here we go. It's fucking മലരേ. പാട്ട് പഠിക്കുക. മലരേ വന്നില്ലല്ലോ. ലൂപ്പിൽ വീഴുന്ന ഒരു കുറുപ്പിനെയാണ് നമ്മൾ പോയി കണ്ടിരിക്കുന്നത്. കുറുപ്പ് പഴയ മൈക്ക് ബൂസ്റ്റിലോട്ട് തിരിച്ചു പോകും ആ മലരെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക്. മലരേ നിന്നെ കാണാതിരുന്നാൽ മിഴികേറിയ നിറമെല്ലാം മറയുന്ന പോലെ. പ്രായണ്ടടാ ഈ കുറുപ്പിനല്ല. എന്ത് വയസ്സായിരുന്നാൽ അഴകേറിയ കനവെല്ലാം അകലുന്ന പോലെ ഞാൻ എന്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിനോലമാരോരമറിയാതെ സൂക്ഷി. ഈ റിയൽ ലൈഫിൽ പെണ്ണ് വന്നതിനാണ്. മനസ്സിലായോ? ആർപിയിലൊക്കെ ലൈന് സെറ്റായ കഴിഞ്ഞു. ശരി. അതുകൊണ്ട് കുറിപ്പിനെ നോക്കല്ലേന്ന് പറ. കുറിപ്പ് കോഹ്ലിയുടെ ശരിക്കും നോക്കല്ലേന്ന് പറ. നോഫെക്സ് ബോബെ മുത്തേ ഓർമ്മയുണ്ട്. ചാറ്റ് സ്ലോ മോഡ് ആക്കുന്നു. സ്ലോ ആക്കണോ കുറച്ച്? ഞാനത് ഇപ്പൊ എടുത്ത് കളഞ്ഞോ ചാറ്റിന്റെ സ്ലോ മോഡ്. ചാറ്റ് സ്ലോ. ഈ ഒരു ഒലക്കമ്പല മോണിറ്റർ സ്ലോ മോഡ് ഉണ്ടല്ലോ. 30 സെക്കൻഡ്സ്. 30 സെക്കൻഡോ? ഇതാരാ ഇട്ടാ? ഏതെങ്കിലും മോഡറേറ്റേഴ്സ് ഇടുന്നതായിരിക്കും. 30 സെക്കൻഡ്സ് എങ്ങനെയാടാ പിന്നെ ആയത്? ഇത് സ്ലോ മോഡ് ഓഫ് ആക്കി തരുന്നല്ലോ. ഇപ്പം ചാറ്റിന്റെ ആണോ ഇത് സ്ലോ മോഡ്? ചാറ്റ് ഓപ്ഷൻസ് മാറേണ്ടതാണ്. സ്ലോ മോഡ് ഓഫ് ആണോ? സ്ലോ മോഡ് ഓഫ്. നോട്ടെ.
ഇവനൊക്കെ എത്ര സ്റ്റിക്കറാടാ ഇൻസ്റ്റഗ്രാമില്. പെയ്ഡാണോ ഇവൻ? കുറിപ്പ് ഷെയ്ക്ക് മെൽറ്റ് ആയോ ഇത് കേട്ടിട്ട്? ഞാനും അറിയാതെ ഓ ഇത് സെറ്റ്. ഓ ഭാഷ കൊണ്ടുവരട്ടെ മാക്കന്. ഇത് സെറ്റല്ലേ ഞാൻ ക്യാമറ ഓഫ് ചെയ്തൊന്ന് പാട്ട് റിഹേഴ്സൽ ചെയ്ത് നോക്കട്ടെ. മെല്ലെ മെല്ലെ തഴുകുവാ നിലവാകാ. കട്ട് വേറെ ഇറങ്ങുന്ന എഴുതിയിട്ടാണ് വേഗം ക്യാമറ ഓഫ് ആക്കി. നിഴലാകാം മണ്ണടിയും നാൾ വരെ. നമ്മളിത് കൂടെ പഠിക്കണം കേട്ടോ. ഇതൊന്നും എനിക്ക് അറിഞ്ഞു. ഇത് വായിച്ചാണ്, ഇത് പാടല്ല, ഇത് വായിക്കുക. പുസ്തകം വായിക്കുന്ന പോലെ ഇങ്ങനെ വായിക്കുക, അതാണിത്. ശരിക്കും ഭാഷയുടെ കൂടെ നിക്ക്. ഭാഷ ആണ് ഫസ്റ്റ് റാഷ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ബട്ട് മാക്ക് പവർ ഗെയിമിംഗ് യൂസ് ചെയ്യാണ്. റാഷക്ക് ഭാഷയാണ് ഒരു ചായ്വ് ശയിക്കാന്നോ? ആണോ? ഞാൻ എന്റെ കോഡ് മോഡ് പാടി കൊടുത്തപ്പോ എനിക്ക് സെറ്റായി. ധ്യാനം സോങ് ഓൺ ടോപ്പ്. എടാ കുണ്ണെ പ്രണവേ ചാറ്റിൽ ഇറങ്ങി പോടാ കുണ്ണെ. ആരൊക്കെ എന്തൊക്കെ തന്നെ ഇരിക്കും ബ്രോ. ജാനം ഒരു സമയത്ത് ഹിറ്റായിരുന്നു, മനസ്സിലായോ? അങ്ങനെയാണ്. ഇപ്പോഴാണ് ജാനത്തിനൊക്കെ ഒരു മാർക്കറ്റ് വാല്യൂ കുറഞ്ഞത്. കുറുപ്പെക്സ് റാശാണ്. കൊറേ പേര് കുറുപ്പിന് സപ്പോർട്ട് ചെയ്യുന്നു, കൊറേ പേര് അല്ലല്ല ചാറ്റ് സ്പാം ചെയ്താ മതി. ഭാഷയാണോ അതോ കുറുപ്പാണോ? ഒരു പേരും ഒരു കമ്പനി ഉണ്ട്, ഭാഷ റാഷ. സത്യല്ലേ? ഭാഷ റാശ. എല്ലാവരും പക്ഷെ ഇവൻ ദിഗോഡാണല്ലോ, ഇവൻ ഭാഷയല്ലല്ലോ. തലന്നോ തലപതിയോ? തലപതി എന്റെ അടുത്ത് തമിഴ്പുണ്ട. തലപതിയാ? തമിഴ് പുണ്ട ഇടയ്ക്ക് എന്തൊക്കെ അണ്ടിയായിരുന്നു നീ പറയുന്നത്. അയ്യ പാവ ചെക്കനെ വെറുതെ ചുമ്മാ. നോക്ക് ഫുള്ള് ഗോഡ് ഭാഷ. ഭാഷ അല്ലട്ടോ, എനിക്കിത് ഫുള്ള് കുറുപ്പ് എന്നാ കാണുന്നതില്. നോക്ക് കണ്ണൂർ നോക്ക്. ഇല്ല കുരൂതറൈസർ ആണല്ലോ ഇതില് ഫുള്ള്. എന്നാ പോളിടടാ. പിങ്ങുള്ള കളവനൊക്കെ പിന്നെയും വരും, മനസ്സിലായോ? കോലീഡറാണ്, ഗ്യാങ് നശിക്കും. ഇട്ട് ഒന്ന് പൂശി ഗൈസ്. ദിഗോഡ് ഭാഷ റാഷ. തലപതി ലവ്സ് റാഷാന്ന് ഇതൊന്നും എല്ലാരും അത് പോവാൻ പറ. തമിഴ് ഭാഷക്ക് തന്നെയാണല്ലോടാ കൂടുതല്. ശരിക്കേ ഒന്ന് ആലോചിച്ച് നോക്ക്. ഭാഷ റാഷ എന്തൊരു മാച്ചിങ്. ഗോഡസ് വരട്ടെ വീസില്. പോവാ. ചെറുതായിട്ട് ഒന്ന് ആകാശം ചതിച്ചു, അത്രേ ഉള്ളൂ. പിടിക്കാണ്ടോ അങ്ങോട്ട്. ഐസോ ക്രൂസറാണിത്. ഇത് ഐസോ ക്രൂസറാണ്. ഇതാണ് ഒറിജിനൽ ഐസോ ക്രൂസറാണിത്. ചാറ്റ് ഐസോ ക്രൂസറാണോ? ആ ദുബനാണ്. പിടിക്കാണ്ടോ അങ്ങോട്ട്. എത്തിപ്പോ കാറ്റ് ബദൂറൊക്കെ നിയാലം അമീന്റിലാറെ വലിയ എഡിറ്റിംഗ് ആണ്, മനസ്സിലായോ? ഓണത്തിന് ടർഫ് ബുക്ക് ചെയ്യോ? ടർഫ് ബുക്ക് ചെയ്യാ രാത്രി. ഞാൻ ഗോളി വല വന്നില്ല. അങ്ങനെ ഞാൻ പറയൂടാ കോടെ, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വെയിറ്റ് ചെയ്യാ, ഇത് കാണാൻ. 3 കോമാളി 4 കോമാളി സോറി. ലോക കോമാളി. അത് ശരിക്കേ സംഭവം മനസ്സിലായ? ഇല്ല, അത് ക്യാമറ തിരിച്ചു പിടിച്ചിട്ടാണ്, മനസ്സിലായാ? 3 കോമാളി 4 കോമാളി. ക്യാമറ തിരിച്ചു പിടിച്ചിട്ടാണ് പറഞ്ഞതാ. ഇതാണ് ലോക കോമാളി എന്ന് കാണിക്കുമ്പോ മാക്കിന്റെ പൈസ വാങ്ങും. സത്യല്ലേ? ഞാനും റാശി ഒരു കോംബോ ഉണ്ടായിരുന്ന ഒരു സമയത്ത്. വാതിലെ കുറ്റിട്ടാണ്. ഞാൻ പറയണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ട്രൈ ചെയ്യാ റാശനെ. പ്ലീസ് ഇല്ല അങ്ങനെ
ഭാഷ നോക്കണ്ട, കുറുപ്പ് നോക്കണ്ട, അത് അൺഫെയർ ആവും. കേട്ടോ റോങ് വീസിനെ വീസിന്ന് വേണേ ബൈ ബൈ. ഇക്രു ഷെയ്ക്കേ നോക്കട്ടെ, ഞാൻ ഇത് കണ്ടേ. അതിന് സ്വന്തം പോസ്റ്റ് അടിക്കുമല്ലോ ബിലാലെ. ഉസ്മാനാ ഷെയ്ക്ക് പുറകിൽ ഫ്രൈങ് പാൻ എടാ ഇവന്റെ ബർത്ത്ഡേ ആണ് എന്നുള്ള ഗ്രൂപ്പില് ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാലിദ് എവിടുന്ന് പറഞ്ഞ ഇപ്പം അറിയാൻ കുറുപ്പ് ഫാൻസോ? എല്ലാരും കുറിപ്പിനെ നോക്കിക്കോ. കുറുപ്പൊക്കെ അങ്കിളായിനതില് ഡുവോ ഇതാരാ നള്ളു ഇതാരോ റിനുവിന്റെ ഉമ്മാരെ വോയിസ് ഒന്നും മനസ്സിലാവുന്നില്ലടാ. റിനുവിന്റെ അതേ മുടിയുള്ള ആരോന്നുണ്ടല്ലോ, റേ അല്ലേ? ഇവന്മാരെ ഈ പിങ്ക് മുടിയുള്ള വേറെ ആരുള്ളത്? ചരണോ? ചരണല്ലടാ, വേറെ ആരോ പുതിയ എന്റെ മുടി ആരുമില്ല. എന്തായി പറയുന്ന ഷെയ്ക്ക? ലോക്കി ബോസെ റാഷ മാലിക് അല്ലേ രസന്നോ? ഇവിടെ ബാക്കിൽ ആരും ഇല്ല തോന്നുന്നുണ്ട്. ടർബോ വാണത്തിനുണ്ട്, അത് ശരിയാന്ന് ഞാൻ മറന്ന്. അയ്യേ എന്താന്നടാ മാക്ക് എന്ത് മൊണ്ണേന്നില്ലേ മാക്ക് സംഭവം മറ്റവനെ തള്ളിടാൻ നോക്കിയതാണ് പോക്കുനെ. പാക്കുനൊക്കെ നല്ല റങ്കായിണത്, മട്ടായിണത്. എന്റെ ജീവിതത്തിൽ എനിക്ക് കുറെ ഉണ്ടായി. നമ്മൾ എത്ര നല്ല ചെയ്താലും ചെറിയൊരു കാര്യം കിട്ടി നമ്മള് സംസാരിക്കണൊക്കെ അങ്ങനെ ഇന്റൻഷനലി പറയണായിരിക്കില്ല. പക്ഷെ നമുക്കത് ലിറ്ററലി അവരത് തിരിച്ചു പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ഒരു അർത്ഥം ഉണ്ടായിരുന്നല്ലേ എന്നുള്ള ഇതിൽ ലിറ്ററലി നമ്മൾ മുമ്പൂടാ. എന്തിനു ഞാനൊരു കാര്യം വേട്ടെ, പവർ ഇല്ലെങ്കിൽ മുമ്പൂടാ. പവർ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിച്ചൊരു ടൈം കഴിഞ്ഞാൽ നമുക്ക് പവർ വേണം കയ്യില്. പവർ ഇല്ലെങ്കിൽ നമ്മള് എന്ത് കിടിലം പോലെ ഒരു സാധനം എക്സ്പ്ലെയിൻ ചെയ്യാണ്, അറിയോ? നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാ. പക്ഷെ അതിന്റെ ഇടക്ക് വന്നു വന്നു പുറത്ത്. ജീവിച്ചൊരു ടൈം കഴിഞ്ഞാൽ നമുക്ക് പവർ വേണം കയ്യില്. പവർ ഇല്ലെങ്കിൽ നമ്മള് ഒരിക്കലും പവർ ഇട്ട് കളിക്കരുത്. പവർ ഒറ്റ ലക്ഷ്യമാണ്. പവർ വളരുമ്പോണ്ടല്ലോ പവർ ആഗ്രഹിച്ചു പോവാ. പവർ കാര്യമുണ്ടെങ്കിൽ ജീവിതം അങ്ങനെയാണ് കാര്യം. ഏതൊരു നായിക്ക് ഒരു നല്ല സമയം വരും. ഇവനൊക്കെ എന്റെ അഭിപ്രായത്തില് ക്ലാസ് എടുത്ത് കൊടുക്കൽ തുടങ്ങിയോ ലൈവിലൊക്കെ? നോക്കിയാണത് അല്ല എന്തോ അല്ല ഇവന്റെ അതേ മാറി ഉണ്ടല്ലോടാ സൈഡ് നോക്കുമ്പോ. ഇല്ലേ ഇവന്റെ അതേപോലെ ഉണ്ട് അല്ലേ? എന്താ ബെസ്റ്റ് മോട്ടിവേഷനാ? ഓൾ ദി ബെസ്റ്റ് ബ്രോ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. എക്സാമിനൊന്നും പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മുത്തേ. പഠിച്ചിട്ടൊന്നും ആരും ഒന്നും ആവാൻ പോണില്ല. അല്ല ഞാൻ ആ ഒരു നിലപാടിനോട് 100% നീതി പുലർത്തുന്ന ഒരാളാണ്. പഠിക്കണം, ആവശ്യമുള്ളത് പഠിക്കണം, മനസ്സിലായോ? ഇപ്പോ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പാടെ കുത്തി കലക്കി പഠിച്ചാണ്ട് നമ്മള് എന്താ പറയാ, നമ്മളെ ഒരു ഫ്യൂച്ചറിന്റെ ഓൾമോസ്റ്റ് ഒരു സാധനം നമുക്കൊരു ഒരു ബേസിക് ഐഡിയ വേണം. അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇന്ന പോലെയാണ് ഞാൻ കൊണ്ടുപോകാൻ പോണത്, അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ ഒരു കരിയർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇന്നതാണ് എന്നുള്ളത് നമ്മൾ ആദ്യം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം മാത്രമാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഈ വേണ്ടിയതും വേണ്ടാത്തതൊക്കെ പഠിച്ച് തല പുണ്ണാക്കി ഉള്ള നേരം കളഞ്ഞ് കുറേ തുണ്ടും വെച്ച് കുറേ പോക്കറ്റിലോ വെച്ച് കുറേ സോക്സിൻ്റെ ഉള്ളിലും ഷൂസിൻ്റെ ഉള്ളിലും തിരികെ കുറേ കോപ്പി അടിച്ചുങ്ങാണ്ട് എങ്ങനെയൊക്കെ ഇടങ്ങാറായി പാസ്സാവും വേണം.
എന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. ഞാനൊക്കെ ഇപ്പൊ എന്തോരം പഠിച്ചിനി? ഒരു കാര്യമില്ല. ഞാനൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലേ സ്ട്രീം ചെയ്തുകൊണ്ട് നടക്കുക. നമുക്ക് എന്താ വെച്ചാൽ നോളേജ് എന്ന് പറയുന്ന ഒരു സാധനം അത് ഇമ്പോർട്ടൻ്റാ. അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? പഠിക്കേണ്ടത് പഠിക്കണം. അല്ലാതെ ആവശ്യമില്ലാത്ത കുറേ പഠിക്കേണ്ട ആവശ്യമില്ല. റേ വീസിയോ? റേ ഹലോ. ഹലോ, നീ എന്താടാ വീസിയിലൊന്നും നിന്നെ കാണാനേ ഇല്ലല്ലോ. നീ വന്നപ്പോത്തിന് ചാറ്റിൽ ഫുള്ള് നിന്നെ പേര് വരൽ തുടങ്ങിയല്ലോ നിന്റെ. ലൈവും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഫുൾ ശരിക്കും. എന്നിട്ട് ഇംഗ്ലീഷ് എന്താ പറയാത്തെന്നോ ബ്രോ? ശരിക്കും ഞാൻ ഇംഗ്ലീഷ് ഒരു കാര്യം അറിയാത്ത പറയാം. ആളാണ്. നിങ്ങള് നമ്മളങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഞാൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണത് അതൊരു സെപ്പറേറ്റ് സ്കില്ലാണ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ഈ ഇംഗ്ലീഷ് കാഫേ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഒരുപാട് സെന്ററുകളില്ലേ, ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്ന സെന്ററുകളിലൊക്കെ എന്താ ഒരു മെയിൻലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധനമാണ് പഠിപ്പിച്ചു കൊടുക്കുക. പക്ഷെ ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനോ ഗ്രാമറിക്കലോ അല്ലെങ്കിൽ എസ് എഴുതാനോ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അങ്ങനത്തെ ഇംഗ്ലീഷ് അറിയാത്ത കേസൊന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടും രണ്ടാ. ഈ നോളേജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് വേറെ ഒരു സെപ്പറേറ്റ് സ്കിൽ തന്നെ വേണം. മനസ്സിലായില്ലേ? അതെങ്ങനെ പറയാം? അത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് ഇംഗ്ലീഷിലൊന്നും നോളേജ് കുറവൊന്നുമില്ല. സംസാരിക്കാൻ മാത്രമേ പ്രശ്നമുള്ളൂ. സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ വെച്ചാൽ അത് കുറേ പേർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, സ്റ്റേജ് ഫിയർ. പിന്നെ അതേപോലെ ഞാൻ പറയുന്നത് തെറ്റുമോ എന്ന് പേടിച്ചെങ്ങാണ്ട് കുറേ പേര് അറിയുന്നത് പറയാതിരിക്കും. മനസ്സിലായോ? അതൊക്കെയാണ് കുറേ പ്രശ്നം. വാട്ട് ഹാപ്പൻഡ് വൈ? അതെ, അങ്ങനെ എന്തെങ്കിലും ഒന്നും അറിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പെരടിമലേക്കാരാ. അതുകൊണ്ടാണ് മുണ്ടാതെ മനസ്സിലായോ, മുണ്ടാതെ കുത്തിറക്കണേ. എന്തായാലും പണി പാളി അവസാനിക്കുന്നത് എല്ലാവരും ഒരുമിച്ചാണ് ബൈക്ക് എടുക്കുന്നുണ്ട്. ഡിസ്റ്റൻ ഡൗൺ ആണ്. സീമോ കടയിൽ പറയുന്നുണ്ട്. പണി പാളിയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. മറ്റേ കളി അവിടെ പപ്പുനെ നോക്കാക്കുന്നു, ടും ടും ഷാർ വിപ്സിയെ നോക്കാക്കുന്നു. ജിൻസക്കായി നേരെ പോയി കയറിയത് BH-ലെ റഷ്യൻ സ്പീഡോ എടുത്തതാണ്. പക്ഷെ ജിൻസക്കായി അവിടെ റഷ്യൻ സ്പീഡോയെ ശരിയായ ഒരു അടി കൊടുത്തു വിടുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ആ കളി എടുത്തു തന്നത് സക്കായി മാത്രമാണ്. സക്കായി ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലിറ്ററലി നമ്മൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തതൊക്കെ വെറുതെ തന്നെ. സക്കായിന്റെ ഒറ്റ കളി കൊണ്ടാണ് നമ്മളിന്ന് ഫൈനലിൽ കയറിയത്. Congratulations on qualifying to the finals of Eagle XX and its Rampage, the PvP tournament. അതൊക്കെ ഒരു കളി തന്നെ ആയിരുന്നു അല്ലേ? കിടില കളിയായിരുന്നത്. ഇത് ഏതിനായിരുന്നു കഴിഞ്ഞ കുറി? ദീപാവലിക്കോ? ഇത് ഇതിനാണ് ഇത് ഏതിനാ ഇങ്ങനെ കളിച്ചിരുന്നത്? ഇവൻ വിഷുവിന് മാവേലി ബിലാലായിരിക്കും ഞാൻ. കാലിതായിരുന്നു ഒന്നുകൂടി നല്ലത്. പക്ഷെ കാലിത് പോയി. കാലിത് തിങ്കളാഴ്ചക്ക് ടിക്കറ്റ് എടുത്തു. എടാ പോരി മണേ അച്ഛ പട്ടിത്താളി. ഇവനൊക്കെ ഏതാടാ അടിച്ചുകാണ്ടാണ് ഇരിക്കണത് ഇവനൊക്കെ. എടാ പോരി മണേ അച്ഛ പട്ടിത്താളി. TJ പ്രസൻസ് ഓണത്തല്ല് 5M ബാറ്റിൽ റോയൽ. ടോട്ടൽ പ്രൈസ് പൂൾ ഓഫ് 10K. 22-23 ഓഗസ്റ്റ്. ലൈവ് ഓൺ ക്രിക്കറ്റ് ഗെയിം വാസ്കോ. ഇതെന്ത് ഓണത്തല്ല് 5M ബാറ്റിൽ റോയലോ? അതെന്താ TDMോ? അല്ല, ബാറ്റിൽ റോയൽ മറ്റേ ഇത് നമ്മളിപ്പോ കളിച്ച PUBG ആണ്. അതാന്ന് തോന്നുന്നു ബാറ്റിൽ റോയൽ അതിനാ പറയുന്നത്. 5M ബാറ്റിൽ റോയൽ ഇവര് നടത്തുന്നുണ്ടോ? ഒരു ഓപ്ഷൻ ഉണ്ടോ? TJ ഓൺലി. ഓക്കെ ഓക്കെ. ഇവര് മാത്രോ? എങ്ങനെ സോളോ? ഇന്റേണൽ ഗാങ്സ് ടൂർണമെന്റ്. ഇന്റേണൽ ഗാങ്സ് ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ അവരെ അകത്തുള്ളത്. ഫ്രീ ഫയർ പോടാ. 5M ചെയ്തപ്പോ പിന്നെ അങ്ങനെ ഫ്രീ ഫയർ ആണ്. TJ ഓൺലി. ഇതെങ്ങനെയാ ഇവരെ എവിടെ ഇത് നടത്തുന്നത്? ഈ സെയിം ആപ്പിലോ?
ശരിക്കും ഗ്യാങ് ഹൗസ് ലൊക്കേഷൻ എന്തായി? സിറ്റി കയറി ഡിസ്കോഡ് ബോറാണെന്നോ? സിറ്റി കയറാം ഒരു എന്താണ് മിനിറ്റ്. ഇത്ര മാത്രം സങ്കടം? ജീവിതത്തിൽ ഇത്രയും കോടീശ്വരനായിട്ടുള്ള ഒരു ചെറുക്കൻ കുടുംബത്തെ ഒരു പ്രശ്നം ഇല്ല, സിറ്റിയിലെ ടോപ്പ് ഗ്യാങ്ങില് കളിക്കുന്നു, പോയത് എന്താണ് പിന്നെ പ്രശ്നം? കുറുപ്പേ നെഞ്ചിക്കുൾ പെയ്തിടും മാമഴേ മീറുക്കുൾ മോതിര താമരേ ചട്ടങ്ങൾ മാറുത് വാനിലേ എന്നെ പേസിരേ ഓ ശാന്തി ശാന്തി ഓ ശാന്തി എന്നുയിരേ ഉയിരേ നീയേന്തി. മതി മതി ഇത്രയൊക്കെ മതി ചേട്ടാ. പക്ഷെ ഇപ്പൊ മൂടായില്ലേ? പെണ്ണ് വന്നു ഉമ്മാരൊക്കെ മാറാൻ തുടങ്ങി, മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു കാര്യം ഞാൻ ഇപ്പളേ പറയാം, അടിച്ച് മണ്ട കൊടുക്കും ഉറപ്പ്. ഇന്ന് സിറ്റി എപ്പാ പോകുന്നു? ഇന്നല്ല സിറ്റി ബാക്ക് വരുന്നത്, ഞായറാഴ്ച. എത്തുകെ പടച്ചോനെ ഇറക്കി വന്നു. ഗോൾഡ് ഷുഗർ ഒരു ഗോൾഡ് ഫിഷ് ഇറക്കുന്നുണ്ട്. ചായയും കുടിക്കുന്നത് വിഴുക ആളെ പാല് വരെ കുടിച്ചു കേട്ടോ. എന്തൊക്കെയാ നിങ്ങൾ ഈ കാണിക്കുന്ന വീസിൽ ഇരുന്നിട്ട്? ഇല്ല ഗൈസ് ഞാൻ പറഞ്ഞേ, ഇനി ഒരു പെണ്ണില്ല എന്റെ ലൈഫിൽ. അത് സീരിയസ് ആയിട്ട് പറയാം. ട്രൂ ആയിരുന്നു. ഞാൻ ഇനി ഗ്യാങ് കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോ ഇനി ഓ പെണ്ണ് ലോയലായിരുന്നു. കുറെ ഗുണ്ടകൾ വന്ന് കടയിൽ അവിടെ ഇവിടെ അടിയും ഇടിയും വെട്ടുകുത്ത് ബഹളമൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാരും ഓടുക. ഓടുക. ഓടുന്ന സമയത്ത് പെട്ടെന്നൊരു കുതിര വന്നിട്ടും ആ കുതിരയുടെ മേളിൽ ഇങ്ങനെ കുതിര ഇടിക്കാതെ ചാടി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ബസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ എന്റെ കൈ ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ചപ്പോഴത്തേക്കും എന്തോ ഷോക്ക് അടിച്ച്. അങ്ങനെ പാട്ടും കേട്ടു. അപ്പോഴെനിക്ക് അപ്പൊ തൊട്ട് ഞാൻ കണ്ടതാണ് ആശയം, മനസ്സിലായോ? 100 പേരെ കൂടി അയക്കൂ ചേർക്കാൻ, അതല്ലേ കേട്ടപ്പോഴേ മനസ്സിലായി അൺനാച്ചുറാലിറ്റി. ഇതൊക്കെ ഫേക്കാടാ. ട്രൂ ഷെയ്ക്ക ഒന്ന് എന്റെ കൂടെ വെക്കോ ഷെയ്ക്ക? മാക്കൊക്കെ ഒരു ഒറ്റ കെട്ട്. കുറുപ്പ് പ്രാക്ടീസിങ് സോങ് ഫോർ റാസ. കുറുപ്പിന് റെഡി ആയി കൊടുക്ക. കുറുപ്പ് സിറ്റിയിലുണ്ടോ? സിറ്റി ഉണ്ടോ? ഗരുഡൻ പോലെ LLB-യാ? ബാനു ആണത്. കണ്ടി കണ്ടിയാണ് ഇറങ്ങിപ്പോയിരിക്കും 30 ബംഗാളികൾ. ഇത് പക്ഷെ പെയിൻ എക്സ്പി പറഞ്ഞ ഇവനല്ലേ? മറ്റേ ഇവനായിരുന്നല്ലോ, എന്താണ് നമ്മളെ റെക്സ്. കിഡു അല്ലേന്നോ? കിഡു ഒന്നല്ല അത്. ഓക്കെ കറക്റ്റ് ആയിട്ടുള്ള നമ്മളിപ്പോ കേരളത്തിലല്ല തോന്നുന്നുണ്ടല്ലേ? നമ്മളിപ്പോ സ്ട്രീമിങ് നോർത്ത് ഇന്ത്യയിലെ കൂടിയൊക്കെയാണ് തോന്നുന്നുണ്ട്. ഇവിടെ ഒന്നും ഈ ഭാഗത്ത് കൂടി ഒന്നും അല്ല നമ്മളെ സ്ട്രീമിങ്. കുറുപ്പിന് താര വരച്ചത് തലവതി വരച്ചതാണത്. I know after seeing this you will promote me to co-leader. I don't want. Thanks bro. With love തലപതി.
എടാ ഇവൻ ഇത്ര കൈവല്ല ഉണ്ടായിരുന്നടാ തലപതിക്ക്. പിന്നെ പല്ല് കണ്ടോ കറക്റ്റ് വരച്ചു. സത്യം എന്ത് ഓജിയിലെ ഇല്ല ഇത് കണ്ടപ്പോ എന്റെ ചാറ്റ് മൊത്തം രാജുഭായ കണക്കിരിക്കുന്ന പറഞ്ഞ സ്പാം വന്നത്. ഇതാ ഇത് കുറിപ്പല്ല രാജുഭായ വന്നു. സ്മൈൽ ലൈവ് നോക്കാനാ എന്ത് ഏതേ പെണ്ണ് തെറ്റായിണ്ടാവും അല്ല എന്താ. ഞാൻ പറഞ്ഞേ ഓക്കെ അല്ലേ എന്നാ നീ ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കാറ് ഹൈപ്പർ ആക്റ്റീവാ എക്സ്ട്രോവേർട്ടാ? ഓന്റെ ഇങ്ങനെ ഒറ്റനുണ്ട് അവന്റെ തൊള്ളയിന്ന്. താഴെ വീണ എന്തോ ഒലിപ്പിക്കലവനൊക്കെ. ഇതൊക്കെ എന്ത് കുറച്ച് ജനറ്റിക്സും ഉണ്ട്, പിന്നെ കുറച്ച് ജനറ്റിക്സും ഉണ്ട്. മറ്റേതല്ലേ അപ്പൊ സ്കൂളിൽ പോണം. അവന്റെ എക്സ്പ്രഷൻ മാറുന്ന നോക്കട്ടെ. അവന്റെ എക്സ്പ്രഷൻ മാറുന്ന ക്യാരക്ടർ ഇടില്ല. പെണ്ണ് സ്കിപ്പ് ചെയ്ത് പോയാലോ ലൈവാന്ന് പറയുമ്പോ ഉറങ്ങാത്ത പോലെ തോന്നുന്നു. ഗാലറി നോക്ക്. ഉറങ്ങാത്ത പോലെ ഒന്നല്ല. ഇപ്പൊ ഷെയ്ക്കിന് വാച്ചിങ് കുറയുന്ന എന്തിന് ഇവന്റെ ഇത് കിട്ടാ ഇത് കാണാൻ പോവാനാ? ചില സമയങ്ങളിൽ മാത്രം എന്താന്നില്ല ഇതൊക്കെ നമുക്ക് ഈ ഒമേകളെ നടക്കൂലടാ. നമ്മ ട്രൈ ചെയ്ത് നോക്കി. പ്രണവ് വരച്ചത് കുറിപ്പ് വന്നടാ നിന്നെ കുറക്കാൻ. നിന്നയുടെ സ്പെല്ലിംഗ് നോക്കിയേ. ഇതിന്റെ ഒക്കെ ഡ്രോയിങ് ലെവൽ നോക്കടാ. പ്രണവിന്റെ ഒക്കെ ഡെഡിക്കേഷൻ ഡ്രോയിങ് ആണ്. ഡ്രോയിങ് ഇതെന്താ ഏതോ ഒരു ഗെയിം അതില് ഷെയ്ക്കാ ലീഡർ. ഇത് ഏത് ഗെയിം എനിക്കറിയത്തില്ല. ഏത് ഗെയിം? ഷെയ്ക്ക്, ബിലാല്, മാക്കോ എല്ലാരും ഉണ്ട്. ഇസ്മായില് ഏത് ഗെയിം ആളാളിയാ? എനിക്ക് ഈ കാർട്ടൂൺ ഗെയിം കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. 10 റുപ്യന്റെ ഗെയിം ബിലാലെക്സ് ഭൂമി ക്യാരിങ് ക്ലാസ്. അത് ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമില് അല്ല മറ്റേ യൂട്യൂബിൽ എന്തോ ഇട്ടുണ്ടായിരുന്നാള്. ഞാൻ നോക്കട്ടെ. ഞാൻ ഈ ഗാലറിയും കൂടി നോക്കിട്ട് നമുക്ക് സിറ്റി കയറാം. അതാ ഭൂമി ബേബി ഇവ എ ക്ലാസ് വിളിക്കുന്നറിയോ ഭൂമിനെ? ഭൂമി ബേബീനെ ഭൂബിന്ന്. ഭൂബിന്നാ ഭൂബി. അതിന് വേറെ അർത്ഥം ഉണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കിട്ടോ. ചിലപ്പോ ആ തന്ത കിളവനാവുന്ന അറിയുന്നുണ്ടാവില്ല. 28 ന്യൂട്ടല്ലിയും വെച്ചിരുന്നുകൊണ്ട് നമ്മളത് കാണാം അവിടെ മട്ടം പോലെ. നമ്മക്ക് ഇവിടെ തിന്നൊന്നുമില്ല. ആരാടാ ഇത് കൊണ്ടുവന്ന് ഇടുന്നത്? ഇത് കാണിക്കാൻ വേണ്ടിയിരിക്കും ഗാലറി വെക്കാൻ പറയുന്നത്. അത് കേട്ടോ. ഇതെന്ത് നീ നിനക്ക് തന്നെ കുഞ്ഞു കൊടുക്കുന്ന ഭാഷയെ ഇതില്? ചെക്ക് ദാറ്റ് DC ക്ലിപ്പ് കണ്ടില്ല. ഏത് DC ക്ലിപ്പൊക്കെ പറഞ്ഞേ? ഇതൊക്കെ ഏത് മൂത്ത് ഏത് കാലം ഇതൊക്കെ അറിയോ? കടല് നമ്മൾ തൊടാൻ വേണ്ടി മറ്റേ ഒരു സാധനം ഉണ്ടായി നമ്മളെ ഇതില് മറ്റേ മുംബൈ പറഞ്ഞൊരു ഹൈലൈറ്റ് ഉണ്ട് എന്റെ മറ്റേ അക്കൗണ്ടില്. അതില് മുംബൈയുടെ ഒരു ഭാഗത്ത് കടൽ, മറുഭാഗത്ത് റോക്കി എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ വരും. അയ്യോ അതൊക്കെ ഏതാ കാലം? 4-5 കൊല്ലം മുമ്പത്തെ വീഡിയോ ആണ് അതൊക്കെ. അന്നൊക്കെ റീലും ഇങ്ങോട്ട് എടുക്കുക പറഞ്ഞാ വടച്ചോനെ അതിന് ഏറാൻ കെട്ടിപ്പെടുന്ന മുംബൈക്കൊക്കെ പോയതാണ് നമ്മള്. ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച അന്ന് സൂപ്പർ ഏരിയ അതാ ടൂറൊക്കെ. ഗോഡക്സ് ജോഷ ക്ലിപ്പ് ഏതാ? ഹലോ തലൈ മുതുക്ക് വാടാ മുതുക്ക്. ഹലോ കേറ്. പേരെന്താ? ഓ നിനക്ക് മലയാളം അറിഞ്ഞൂടാ? തമിഴാ? അതാരാ ആ പെണ്ണ്? ഓ മൈ ഗോഡ്, എനിക്ക് കൊഞ്ചവും തമിഴ് തെരിയല്ലേ. തമിഴ് നിനക്ക് അറിയില്ല? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി ഇരിക്കുന്ന ചേട്ടന് ഇൻസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ വേണേ തമിഴ് സംസാരിക്കും. ഇനി മുതൽ തമിഴ് അങ്ങനല്ല. ഞാൻ വന്ന് ഇതുക്കപ്പുറം തമിഴ് മട്ടും താ
ബാക്കി ഇരിക്കണ പുള്ളി വന്നിട്ട് സക്കായി ഹോസ്റ്റലിൽ പോയപ്പോ ഇപ്പൊ റൂട്ടാക്കില്ലേ? ബാക്കി ഇരിക്കുന്ന ബ്രോ ഞാൻ വന്ന് ഇത്ത സിറ്റിയിലെ പെരിയ സീരിയസ് ആണ് நான் வந்து പക്ഷേ ഇത് வந்து ബാക്കി ഇരിക്കണം ബ്രോ. இந்த ആള് வந்து എനിക്കിട്ട എന്താ ശത്രുവിന് എന്താ പറയുക, സംസ്കാരത്തോടെ സംസാരിക്കും. ബാക്കി ഇരിക്കണം ബ്രോ. ഇതൊക്കെ ഒരു കാര്യം അറിയോ, പണ്ട് ഈ മലയിലല്ല പുലി ആ അത് നടന്നു വന്നിട്ട് അങ്ങ് കടിക്കും. അത് വന്ന് ബാക്കി ഇരിക്കണം ബ്രോ. ഞാൻ വന്ന് ഭയങ്കര കോമഡിയാ തോന്നുന്നുണ്ടോ? ഇവള് വന്ന് ரொம்ப കോമഡിയാ അല്ലേ ജോഷാ ചുമടി ജോഷാ പറഞ്ഞോ சொல்லடா അല്ലടി சொல்லடி என்னாச்சு ഡീന്ന് വിളിക്കരുത് കേട്ടോ. തമിഴ് പൊണ്ണുങ്ങളാ ഇല്ലയാ? പിന്നെ കന്നഡ വേണമെങ്കിൽ ബുളു ബുളു ഉണ്ട്. சொல்றா பாட்டு കരിമിരികളവാണി കാർക്കൂന്തല് കണ്ട എങ്ങനെയുണ്ടായിരുന്നതല്ലേ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഞാനൊരു സാഡിസ്റ്റ് ആണ് ആക്ച്വലി. എന്റെ അടുത്ത് റാഷ മാലിക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാനൊരു സാഡിസ്റ്റ് ആണ്. പുള്ളിക്കാരത്തി ഇരുന്ന് സംസാരിക്കുമ്പോ ഞാൻ ഐസ്ക്രീം ഇരുന്ന് തിന്നല്ലോ. മനസ്സിലായില്ലേ? ബാക്കിയുള്ളവരുടെ വിഷമം കാണാന്നത് ലയ പാടിക്കേ? ലയ്ക്ക് പാടറിയണതാണല്ലോ. ഇല്ല ഇല്ല അല്ലോ. എന്താന്ന് എന്തൊരു ഈ വീഡിയോ ഓർമ്മ ഉണ്ടടാ? നല്ല മൂഷിയ വീഡിയോ ആയിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനൻ, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്നത് ഹൈദ്രു. 4 കുപ്പിക്കണ്ടങ്ങളാ. മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. കണ്ട് ശരിക്കിനെ മോഹൻ കണ്ടം പൂജയെ കണക്കുണ്ടല്ലേ? അതില് അത് പഴയ ഫേസ് ആയിരുന്നു. ഇതൊക്കെ ഹൈപ്പ് ഉള്ള ടൈമായിരുന്നടാ. MRC സിറ്റിയിൽ കേറൂല, പേടിയാണ്, അടി കൊള്ളാൻ പേടിയാണ് എന്ന് പറഞ്ഞാണ്ട് നമ്മള് അതെ. അന്നത്ര എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാന് ഇതേമാതിരി ഒരാഴ്ച ലൈവില്ല, ഷമീർ ലൈവില്ല, കൊറേ പേര് ലൈവില്ല, റാംബോ ലൈവില്ല. നമ്മള് ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ നമ്മള് റിക്രൂട്ട്മെന്റ് ആയിക്കൊണ്ടാണ് പിന്നെ നമ്മള് വരുന്നത്. നിങ്ങൾ റിക്രൂട്ട് ആയിട്ട് അതൊക്കെ ഒരു സമയം. ഫ്ലക്കിയല്ലോ അല്ലെ ഓരോ സിറ്റുവേഷന് നോക്കും. ബാക്കിന്റെ പിന്നെ വേറെ അതിന് വേർക്കൊന്നും ഇല്ല, അടിക്കും. നാടൻ പട്ടിക്കും ജ്യൂസ് ബാഗ് ഓഫ് ആക്കി കണ്ടേ സിറ്റി കയറട്ടെ, ഇല്ലെങ്കിൽ ഇവന്റെ ഒക്കെ ഇഞ്ഞ് കാണേണ്ടി എരിഞ്ഞു. എവിടെയത് 5M? അന്ന് KVA വന്നു വണ്ടിയും കൊണ്ട്. റിക്രൂട്ട്മെന്റ് ടൈമിൽ അന്നാണ് ബിലാലിനെ ഹോസ്റ്റേജ് എടുത്തത്. യെസ്, അന്ന് നമ്മൾ പുതിയ ഗ്യാങ് ഡ്രസ്സും ഗ്യാങ് വണ്ടി ഉണ്ടോ അന്ന് നമ്മളെ? അന്ന് നമ്മൾ ഗ്യാങ് വണ്ടി ഉണ്ടായിരുന്നോ? സുൽത്താൻ ഉണ്ടായിരുന്നു ഒന്നുണ്ട് അല്ലേ? സുൽത്താൻ അന്നാണ് പുതിയത്. നമ്മള് അതിന്റെ മുമ്പ് നമ്മള് TVA ഒരു സിറ്റുവേഷനിൽ സുൽത്താൻ അന്ന് ഇതായി പുറത്തു പോയി. ഫസ്റ്റ് സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടിയുണ്ട്. ശരിക്കും നമ്മളെ ആരെങ്കിലും വരുമെന്നോ? ഇല്ലടാ, സിറ്റുവേഷൻസ് ഒക്കെ എന്തായാലും എടുക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവും. നോക്കാം, നമുക്ക് പേടിയില്ലല്ലോ ബ്രോ. തപ്പാത്തുക്കല കപ്പിളർപ്പ് ചെയ്യാനോ? ഞാനേ ആ ഡോറ് കണ്ടേച്ച് അത് കുറ്റിയിട്ടില്ല. അത് മിക്കവാറും സ്റ്റോപ്പ്ഡ് വർക്കിംഗ്. ക്രാഷ് റിപ്പോർട്ട് ഈസ് ബീങ് അപ്ലോഡഡ് ടു 5M. അതെന്താ?
ലാസ്റ്റ് ഗാലറി നോക്കാനോ? ഗാലറിയിൽ എന്താ ലാസ്റ്റ്? ആടാ ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് കാണാനാണ് ഇത് നോക്കാൻ പറയണത്. 3 പെഡക്കോയി സ്പോട്ടഡ് ഓൺ ഷെയ്ക്ക് വീസി ഇത് ലോക്കി കിഡു ടർബോ സാന. ഇതാരാ? ജനറൽ വിസിയില് ഇല്ലല്ലോ, കാണാനല്ലോ. ഉമ്മാരൊക്കെ ഞാൻ പറഞ്ഞില്ലേ കയ്യിന്ന് പോയടാ. ഉമ്മാരെല്ലാം കയ്യിന്ന് പോയി. കുറിപ്പ് ബിലാലിന് ഭൂമിയെ സെറ്റാക്കി കൊടുക്കുന്നു ബോസേന്നോ? കുറിപ്പ് ഓവർ കോൺഫിഡൻസ് എന്നാ എന്നിട്ട് റിക്രൂട്ട്സ് എടുത്ത് വരും മുമ്പിച്ചെന്നാ. എന്ത്? ഇല്ല ഞാൻ പറയട്ടെ, നമുക്ക് 40 സ്ലോട്ട് ഉണ്ട്. 40 പേരും ഫില്ലായിട്ടില്ല എന്നുണ്ടെങ്കിലും വരും സൂൺ.